ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എന്നെ ഉണ്ട് വിശേഷം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ബാഗ് ഹോസ്പിറ്റൽ എഡിഷൻ. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗ് ഞാൻ തെമ്മൂലിൽ നിന്ന് വാങ്ങിച്ചതാണ്. തെമ്മൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മീഷോ ഒക്കെ പോലത്തെ ഒരു ആപ്പ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ വിലക്കുറവിൽ ചിലപ്പോൾ ക്വാളിറ്റി ശരിയാവും, ചിലപ്പോൾ ശരിയാവുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയ സാധനം ഓക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് തുടങ്ങാം. ഇത് ഫസ്റ്റ് തന്നെ ചെറിയ കളി നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിലൊരു കുഞ്ഞിക്കളിയുണ്ട്. അതിൽ മെയിനായിട്ട് പേന കിടപ്പുണ്ട്. ഒരു റെഡ് പെന്ന്, ഒരു ബ്ലൂ പെന്നുണ്ട്. റെഡ് പെന്നിൻ്റെ ആവശ്യം നമുക്ക് സൗദി അറേബ്യയിൽ വളരെ കുറവാണ്. നാട്ടിലായിരുന്നെങ്കിൽ റെഡും എപ്പോഴും ചുവന്നും നടക്കണമായിരുന്നു. പക്ഷേ ഇത് നൈറ്റ് ഡ്യൂട്ടിക്ക് മാത്രമേ ആവശ്യമുള്ളൂ. എന്തെങ്കിലും അതവിടെ ഇരിക്കട്ടെ. പിന്നെ നെക്സ്റ്റ് ഇതൊരു ഓയിൻമെൻറ്റ്, ഒരു ക്രീമാണ് കേട്ടോ. പാരാഫിൻ ഓയിൻമെൻ്റ് ആണ് ഇത്. ഗ്ലൗസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഊരി കഴിയുമ്പോഴത്തേക്കും എപ്പോഴും ഇത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഭയങ്കര റഫായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാപ്ലർ അടിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു നോട്ട്ബുക്ക് പോലത്തെ സംഭവമാണ് കേട്ടോ. ഇതിൽ കുറേ അറബിക്ക് നമ്മുടെ ചെറിയ ചെറിയ വേർഡ്സ് നമുക്ക് ആവശ്യമുള്ള വന്ന സമയത്ത് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈവൻ 1 2 3 4 5 അങ്ങനെ 10 വരെയൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് നമുക്ക് അത്യാവശ്യം പേഷ്യനോട് സംസാരിക്കേണ്ടതും ചോദിക്കേണ്ടതൊക്കെ സാധനങ്ങൾ വന്നപ്പോൾ ചേച്ചിമാരോടും അവരോടും ഇവരോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ച് പിന്നെ ഇത് വെച്ചതാണ്. അപ്പോൾ പോക്കറ്റിൽ ഇടുകയാണെങ്കിലും ബാഗിൽ ഇടുകയാണെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഇതെടുത്ത് നോക്കാറില്ല, കാരണം ഇതിനകത്ത് കുറച്ചൊക്കെ അറിയാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് തന്നെ എപ്പോഴും നോക്കിയിട്ടായിരുന്നു പേഷ്യനോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചേക്കുന്ന കുറേ സാധനങ്ങൾ എല്ലാത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. എവിടെ പേരെങ്ങനെ ചോദിക്കും, നമ്പേഴ്സ് എല്ലാം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുഞ്ഞു ബുക്കാണിത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാർഡ്. നമ്മുടെ ഇവിടുത്തെ ബാങ്കിലെ കാർഡാണ്, ATM കാർഡ്. ഒരു ലിപ് ബാം ഉണ്ട്. ലിപ് ബാം എപ്പോഴും ഇങ്ങനെ എപ്പോഴും പോക്കറ്റിൽ അല്ലെങ്കിൽ എപ്പോഴേലും പേഴ്സിലോ ബാഗിലോ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ലിപ് ബാം. നാട്ടിൽ ഒരു പെപ്പർ പൗഡർ ഉണ്ട്. ഇത് ഡ്യൂട്ടിയുടെ സമയത്ത് എപ്പോഴോ കിട്ടിയതാണ്. അത് എപ്പോഴോ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന, കളയാൻ മറന്നുപോയി എടുത്ത് മാറ്റാൻ. ഇതിനകത്താട്ടോ കൂടുതൽ സാധനം ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് മെയിൻ സാധനം വെള്ളമാണ്. ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും ബാഗിൽ കാണും. നേരത്തെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളം തരുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഹോസ്റ്റലിലോട്ട് ഫുൾ വാട്ടർ സപ്ലൈ. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കെല്ലാം വാട്ടർ സപ്ലൈ ഫുള്ള് ഇങ്ങോട്ട് തന്നേക്കും. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെള്ളം എടുത്തുകൊണ്ട് പോകും. അവിടെ വെള്ളം കാണും, എന്നാലും ഒരു ബോട്ടിൽ ബാഗിൽ ഇട്ടുകൊണ്ട് പോകും. നേരത്തെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് കിട്ടാറില്ല. അപ്പം വെള്ളം അവിടെ അല്ലാതെ വെള്ളം ഇരിപ്പുണ്ട്, പക്ഷെ എന്നാലും ഒരെണ്ണം ബാഗിൽ എപ്പോഴും കാണും. പിന്നെ നെക്സ്റ്റ് ഒരു കവർ പാല്. ഇത് ഡ്യൂട്ടിക്കിടയിൽ പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. ഇത് നമുക്കിവിടെ സപ്ലൈ കിട്ടുന്ന പാലാണ്. അപ്പോൾ മന്ത്ലി സപ്ലൈയിൽ നമുക്ക് കുറേ പാൽ കവറൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു പാൽ കവർ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എടുത്തിട്ട് പോകും, വെറുതെ ചായയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട്. ഹോസ്പിറ്റലിൽ കിട്ടും, പക്ഷേ എന്നാലും നമ്മൾ ഒരു കവർ എപ്പോഴും ബാഗിൽ കാണും. എല്ലാവരുടെയും തന്നെ കയ്യിലുണ്ട് ഇവിടെ. ടിഷ്യൂ പേപ്പർ ഇതെൻ്റെ ഒരു മെയിൻ ഐറ്റമാണ്. കാരണം ടിഷ്യൂ പേപ്പർ എപ്പോഴും വേണം. ചിലർക്ക് ഇങ്ങനെ പറയത്തില്ലേ രാവിലെയും വൈകിട്ടും തുമ്മുന്നു, അതുപോലത്തെ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എപ്പോഴും ഞാൻ തുമ്മലായിരുന്നു. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ പറയണ്ട, നല്ല തുമ്മലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും കാണും, അല്ലെങ്കിൽ ഒരു ടവൽ കാണും. സാധനം ഹെഡ്സെറ്റാണ്. ഇതെന്തിനാണ് ഇത്ര വലിയ ഹെഡ്സെറ്റ് കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല. ഇതെപ്പോൾ ബാഗിൽ കാണും എന്തായാലും. പിന്നെ എനിക്ക് ഇയർബഡ്സ് വെക്കുന്നതിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇങ്ങനത്തെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന. കാരണം ഇയർബഡ് ആകുമ്പോൾ ചെവി എപ്പോഴും താഴെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അത് ഞാൻ എവിടെയെങ്കിലും മിസ്സാക്കും. പിന്നെ അതിൻ്റെ പൗച്ചും സാധനങ്ങളൊന്നും കാണത്തില്ല. അതൊക്കെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുന്നത് ഇയർബഡ്സ് ആകുമ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെപ്പോഴും ബാഗിലൊക്കെ കാണും. പിന്നെ നെക്സ്റ്റ് എൻ്റെ സ്പെക്സ് ഞാൻ ഡ്യൂട്ടി സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെക്കാറില്ല. നാട്ടിലായിരുന്നപ്പോൾ എപ്പോഴും വെക്കുമായിരുന്നു. നാട്ടിൽ ഞാൻ ICU ആയിരുന്നതുകൊണ്ട് നാട്ടിൽ എനിക്ക് ഷോർട്ട് സൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേഞ്ച് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ എത്ര അത്യാവശ്യം വരാറില്ല. പിന്നെ പുറത്ത് പോകുമ്പോഴും ചുമ്മാ വെക്കും. പിന്നെ വെക്കാതിരുന്നതിന് ഫുൾ മൊത്തത്തിൽ കണ്ണടച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് നാട്ടിൽ പാലായിന്ന് വാങ്ങിച്ചിട്ട് വന്ന സാധനമാണ് കേട്ടോ. പിന്നെ അടുത്ത സാധനം ചാർജർ എന്തായാലും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. ഉള്ളത് ഒരു പൗച്ചാണ്. ഈ പൗച്ച് ഇത് ജോൺസൺസ് ബേബിയുടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പൗച്ചാണ്.
ഈ പൗച്ചിനകത്ത് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ റഫറിലൊക്കെ ഒരു റഫറിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന എന്തോ പേപ്പർ വൈറ്റീസ് മോണ്ടർ ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര വലിയ ഹോസ്പിറ്റലല്ല. അപ്പോൾ വലിയ കേസസൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഡിബേറ്റഡ് പേഷ്യൻസ് അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യും. അപ്പോൾ നമ്മൾ റഫറിന് കൂടെ പോകും. പേഷ്യൻസിനെ കൊണ്ട് ആംബുലൻസിൽ നമ്മൾ ഏതെങ്കിലും നേഴ്സ് ഓരോ ദിവസം നമുക്ക് റഫറൽ ഓൺ കോൾ കാണും. അപ്പോൾ ആ ഓൺ കോൾ ലിസ്റ്റ് പേരുള്ളവരായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു പൗച്ച് ഞാൻ എടുക്കും, പേനയും പിന്നെ നമ്മുടെ പേപ്പർ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചേക്കുന്ന ഒരു പൗച്ചാണ്. അതിനകത്തൊരു നോട്ടും ഉണ്ട്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ഒരു കുഞ്ഞു ബുക്ക്, ചെറിയൊരു നോട്ട്, അത് ഇതിനകത്ത് കാണും. നെക്സ്റ്റ് ഐറ്റം ഒരു വിക്സ് ഉണ്ട്. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ടിഫിൻ ബോക്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് എടുത്തിട്ട് പോകണം. അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡ് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് സാധനങ്ങളൊക്കെ ഇട്ടുണ്ടോ. അപ്പോൾ ചിലപ്പോൾ ചെറിയതായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും കൊണ്ടുപോകുന്നത്. ഇതും ഒരു കൊന്തയുണ്ട്. കൊന്ത ഞാൻ എപ്പോഴും എടുക്കും. എൻ്റെ ബാഗിൽ എന്തായാലും ഒരു കൊന്ത കാണും. അപ്പം കൊന്തയുണ്ട്. പിന്നെ ഉള്ളതാണ് റൂം കീ. പിന്നെ നെക്സ്റ്റ് സിട്രസിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രാവിലെ വൈകിട്ട് ഞാൻ തുമ്മും. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുറേ നാളായിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കില്ല. പക്ഷേ എന്നാലും എനിക്ക് എപ്പോഴും തുമ്മലുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബാഗിൽ അത് ഇങ്ങനെ ഇട്ടിട്ട് നടക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി ബാഗിലുള്ളത്. ഇത് കുഞ്ഞ് ബാഗാണല്ലോ. ഇതിനകത്ത് ഞാൻ കുറേ സാധനങ്ങൾ കുത്തി കയറ്റാറുണ്ട്. ഇനി ഇത് പൊട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത്ര സാധനങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.